പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം. മലയാള സാഹിത്യത്തിൻ്റെ ഹൃദയസ്പന്ദനമായ വൈക്കം മുഹമ്മദ് ബഷീർ ജീവിതത്തെ ലാളിത്യത്തോടെയും നർമ്മത്തോടെയും ആഴമുള്ള മാനവികതയോടെയും വരച്ചു കാട്ടിയ അമൂല്യ സാഹിത്യകാരനാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ അസാധാരണമായ സാഹിത്യ സൃഷ്ടികളാക്കി മാറ്റിയ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഈ ബഷീർ ദിനത്തിൽ ബഷീറിൻ്റെ നർമ്മവും ചിന്തയും മനുഷ്യസ്നേഹവും നിറഞ്ഞ ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു എളിയ ശ്രമമാണ് ഞങ്ങളുടെ ശബ്ദാവിഷ്കാരം. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതികളായ ആനവാരിയും പൊൻകുരിശും, വിശ്വവിഖ്യാതമായ മൂക്ക് എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സാഹിത്യത്തിൻ്റെ ഈ മനോഹര യാത്രയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആനവാരിയും പൊൻകുരിശും. 1. ഈശ്വരാനുഗ്രഹത്തോടുകൂടി തന്നെ പറയാമല്ലോ. സ്ഥലത്ത് 2 ആനകളുണ്ട്. ചാത്തങ്കേരി മനവകയാണ്. ഒന്നിൻ്റെ പേര് കൊച്ചുനീലാണ്ടൻ, മറ്റേതിൻ്റെ പേര് പാറുക്കുട്ടി. രണ്ടും സ്ഥലവാസികളുടെ കണ്ണിലുണ്ണികളായി പ്രശോഭിക്കുന്നു. കൊച്ചുനീലാണ്ടൻ മഹാപോക്രിയാണ്. വലിയ തലയെടുപ്പുകാരനും. ഉഗ്രങ്ങളായ 2 നീണ്ട വെള്ള കൊമ്പുകളുണ്ട്. 2 കൊമ്പുകളുടെയും അറ്റം സൂചി പോലെ. ലോകത്തിൻ്റെ നടത്തിപ്പിൽ എന്തെങ്കിലും അഹിതം അവന് തോന്നുകയാണെങ്കിൽ ഉടനെ അവൻ ഒരാനക്കാരനെ കൊല്ലും. ഈ ആവശ്യത്തിലേക്കായി ചാത്തങ്കേരി മനയ്ക്കലെ കാരണവരായ കൊച്ചുനാരായണ നമ്പൂതിരിപ്പാട് ധാരാളം ആനക്കാരന്മാരെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചുനീലാണ്ടന് മാത്രമായി സ്ഥിരം 6 പേരാണുള്ളത്. ഇതിൽ കഷണ്ടിയുള്ളവർ ആരുമില്ല. കുടുമയ്ക്ക് ചുറ്റിപ്പിടിച്ച് മരത്തിലടിച്ചാണ് കൊച്ചുനീലാണ്ടൻ ആനക്കാരന്മാരെ കാച്ചുന്നത്. പിന്നെ സൂചിക്കൊമ്പുകൾ കൊണ്ട് കോപത്തോടെ കുത്തുകയും ചെയ്യും. അതിനുശേഷം അവൻ 2-3 ദിവസത്തേക്ക് പിണങ്ങി നടക്കും. ആ നാളുകളിൽ സ്ഥലത്ത് വലിയ ആഘോഷം പോലെയാണ്. നാളിതുവരെ കൊച്ചുനീലാണ്ടൻ 11 ആനക്കാരന്മാരെ മരങ്ങളിലടിച്ചും കുത്തിയും കൊന്നു കൊലവിളി നടത്തിയിട്ടുണ്ട്. പാറുക്കുട്ടി ശുദ്ധ പാവമാണ്. കൊമ്പുകളില്ല. അവൾ ആരെയും കൊന്നിട്ടില്ല, കൊലവിളിയും നടത്തിയിട്ടില്ല. സൗമ്യ. അവൾക്ക് പേരിന് ഒരേയൊരു ആനക്കാരനുണ്ട്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സൽഗുണ സമ്പൂർണയാണവൾ. അവളെ ആർക്കും എപ്പോഴും തൊടാം. പക്ഷേ വാലിലെ രോമം പിഴുതെടുത്ത് വേദനിപ്പിക്കരുതെന്ന് മാത്രം. കൊച്ചുനീലാണ്ടനെ സ്നേഹിക്കുകയും പാറുക്കുട്ടിയെ വെറുക്കുകയും ചെയ്യുന്ന സ്ഥലത്തെ ഒരു പ്രമാണിയാണ് ആനവാരി രാമൻ നായർ. മറിച്ച് പാറുക്കുട്ടിയെ സ്നേഹിക്കുകയും അവൾക്ക് ശർക്കരയുണ്ട പഴം മുതലായവ വാങ്ങിക്കൊടുക്കുകയും കൊച്ചുനീലാണ്ടനെ വെറുക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥലത്തെ വേറൊരു പ്രമാണിയാണ് പൊൻകുരിശു തോമ. ഈ ലോകം ഇതിലുള്ള എല്ലാവരുടേതുമാണ്. സ്വകാര്യ ഉടമ നിഷിദ്ധം. ആർക്കും ആരുടേതും എടുക്കാം. ഇങ്ങനെയുള്ള സമത്വസുന്ദരമായ ദർശനമാണ് ആനവാരി രാമൻ നായർക്കും പൊൻകുരിശു തോമ മുതൽ പേർക്കുമുള്ളത്. ആനവാരിയും പൊൻകുരിശും സഖാക്കളാണ്. പണ്ടൊരു കാലത്ത് അമ്മുക്കുട്ടി എന്നു പേരായ ഒരു മഹിളാരത്നം പ്രേമസംബന്ധമായി ആനവാരി രാമൻ നായരെ ലേശം ചതിച്ചു. തന്മൂലം ആ നാൾ തൊട്ട് സ്ത്രീവർഗത്തോട് മൂപ്പർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. മറിച്ച് സ്ത്രീവർഗത്തോട് ബഹുമാനവും സ്നേഹവുമുള്ള ദാർശനികനാണ് പൊൻകുരിശു തോമ. ലോകത്തിൻ്റെ നടത്തിപ്പിൽ നമുക്കെല്ലാവർക്കും തന്നെ വലിയ അഹിതം തോന്നുന്ന ഘട്ടങ്ങൾ വരാറുണ്ടല്ലോ. ആ ജാതി സന്ദർഭങ്ങളിൽ ആനവാരി രാമൻ നായർ എവിടെ നിന്നെങ്കിലും 4-5 സമ്പാദിച്ച് പഴവും ശർക്കരയും വാങ്ങിക്കും. എന്നിട്ട് പറമ്പിൽ നിന്ന് 2-3 മൺകട്ടകളുമായി പാറുക്കുട്ടിയുടെയും കൊച്ചുനീലാണ്ടനെയും അടുത്തു ചെല്ലും. പാറുക്കുട്ടിയുടെ കൺമുന്നിൽ വെച്ച് ശർക്കരയും പഴവും കൊച്ചുനീലാണ്ടന് കൊടുക്കും. അതിനുശേഷമുള്ള പണി മൺകട്ട കൊണ്ട് പാറുക്കുട്ടിയുടെ പള്ളയ്ക്ക് 3 ഏറ് വെച്ച് കൊടുക്കലാണ്. അധികമൊന്നും നൊന്തിട്ടില്ലെങ്കിൽ തന്നെയും പാറുക്കുട്ടി ഉച്ചത്തിൽ നിലവിളിക്കും, പെണ്ണല്ലേ. അപ്പോൾ ആനവാരി പറയും, ഓടി കഴുതേ. അതുപോലുള്ള സന്ദർഭങ്ങളിൽ പൊൻകുരിശു തോമ ചോദിക്കും, ആനവാരി, തനിക്കെന്താ കിറുക്കുണ്ടോ? ആനവാരി മഹാദേഷ്യക്കാരനാണ്. ശുണ്ഠി മൂക്കത്ത്, ക്ഷുമിതൻ. അദ്ദേഹം താക്കീത് കൊടുക്കും, പൊൻകുരിശേ, മിണ്ടിപ്പോയ നിന്റെ മൂക്ക് ചെത്തി ഞാൻ ഉപ്പിലിടും. പൊൻകുരിശു തോമ സമാധാനപ്രിയനാണ്. അദ്ദേഹം മിണ്ടുകയില്ല. ആനവാരിയും പൊൻകുരിശും പണ്ട് വെറും രാമൻ നായരും തോമായുമായിരുന്നു. അവർക്ക് ആനവാരി എന്നും പൊൻകുരിശി എന്നുമുള്ള ബഹുമതികൾ ആര് കൊടുത്തു? ഈ ചോദ്യം ഒരു 100 കുറി വിനീതനായി ചരിത്രകാരൻ അവരോട് ചോദിച്ചിട്ടുള്ളതാണ്. ഒടുവിലവർ രേഖകൾ ഹാജരാക്കി വിശദമായി പറഞ്ഞു തന്നു. സ്ഥലവാസികൾക്കെല്ലാം അറിയാവുന്നത്. ചരിത്ര വിദ്യാർത്ഥികളുടെ അറിവിലേക്കായി അതിവിടെ സാവധാനം രേഖപ്പെടുത്താം. അധ്യായം 2.
കൊച്ചു നീലാണ്ടൻ ആറാമത്തെ ആനക്കാരനെ കൊന്ന് കാലയവനിക്കുള്ളിൽ ആക്കിയിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ചുമ്മാ പിണങ്ങി നടക്കുന്ന കാലം. അന്ന് രാമൻ നായർ വെറും രാമൻ നായരും തോമ വെറും തോമയുമാണ്. അവരുടെ ബഹുമാന്യ സഖാക്കളായ തൊരപ്പൻ അവറാനും ഡ്രൈവർ പപ്പുണ്ണിയും ആ കാലത്ത് ഭവനഭേദനം, തീവെട്ടിക്കൊള്ള, വെളിയിൽ നിന്ന് തുറന്ന വീട്ടിനുള്ളിൽ കയറ്റം എന്നീ കലകളിൽ ഉന്നത വിദ്യാഭ്യാസാർത്ഥം വിദേശങ്ങളിൽ സഞ്ചരിക്കുകയായിരുന്നു. ആയതിനാൽ സ്ഥലത്തെ പ്രധാന ബഹളങ്ങളുടെയെല്ലാം നേതൃത്വം രാമൻ നായരും തോമയും സ്വയം ഏറ്റെടുത്തു. അവരുടെ ശിഷ്യന്മാരാണെന്ന് ചുമ്മാ ഭവിക്കുന്നവരാണ് മണ്ടൻ മുത്തപ്പ, എട്ടുകാലി മമ്മൂഞ്ഞ് മുതൽ പേർ. സ്ഥലത്തെ പ്രധാന പോക്കറ്റടിക്കാരൻ എന്നുള്ള പദവിക്ക് വേണ്ടി മണ്ടൻ മുത്തപ്പ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. കോഴിപിടുത്തം, തേങ്ങയിടൽ, അടയ്ക്ക പറിക്കൽ എന്നീ തൊഴിലുകളിൽ രാത്രികാലങ്ങളിൽ ചെയ്യുന്നതിന് എട്ടുകാലി മമ്മൂഞ്ഞും പരിശീലിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള നിസ്സാര കലകളിൽ രാമൻ നായരും തോമയും വലിയ താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല. എങ്കിലും ചില്ലറ ചില ഉപദേശങ്ങൾ കൊടുത്തിരുന്നു എന്ന് മാത്രം. സ്വകാര്യ സ്വത്തുടമയ്ക്കെതിരായി വലിയ തോതിൽ സമരം നടത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. അനീതിയെ എവിടെ കണ്ടാലും ചെറുക്കുക. തോമയ്ക്കും രാമൻ നായർക്കും മറ്റ് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞ് ഓടി വന്ന് പറഞ്ഞു, സംഗതി അറിഞ്ഞാ നമ്മുടെ കൊച്ചു നീലാണ്ടൻ ആനക്കാരനെ കൊന്നിട്ട് പോലീസ് മൂരാച്ചികളെ കുത്താൻ ഇട്ടോടിച്ച്. പോലീസുകാർക്കെതിരായി ജനങ്ങൾ നേരത്തെ വിധിയെഴുതി കഴിഞ്ഞിട്ടുള്ളതാണ്. പോലീസുകാരെയും സർക്കാരിനെയും മൂരാച്ചികളെന്നാണ് സ്ഥലവാസികൾ പറയുന്നത്. പോലീസുകാരെ കൊച്ചു നീലാണ്ടൻ കുത്താനിട്ടോടിക്കുന്നതിലോ കുത്തുന്നതിലോ ആർക്കും ഒരു പ്രതിഷേധവുമുള്ളതല്ല. ഇട്ടോടിക്കട്ടെ, കൊച്ചു നീലാണ്ടന് ഒരാഗ്രഹമല്ലേ. ആകെ കൂടി സ്ഥലത്ത് 2 പോലീസുകാരേ ഉള്ളൂ. അവരെ കാച്ചേണ്ടത് ഒരു ജനകീയ ആവശ്യവുമാണ്. കൊച്ചു നീലാണ്ടൻ കാച്ചട്ടെ. രാമൻ നായരും തോമയും അനങ്ങിയില്ല. എട്ടുകാലി മമ്മൂഞ്ഞ് ചോദിച്ചു, നമ്മൾ ചെല്ലണ്ടേ? തോമയും രാമൻ നായരും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ സഗൗരവം ഇരുത്തി മൂടി. വലിയ ആരവം. നാട്ടിലെ പ്രധാന നായ്ക്കളുടെയെല്ലാം ഒരുമിച്ചുള്ള കുര, ജനകീയ കൂക്കിവിളി, ബഹളം അതങ്ങനെ അധികരിച്ചു വരുന്നു. അപ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി മണ്ടൻ മുത്തപ്പ ഓടിക്കിതച്ചു വന്നു. മണ്ടൻ മുത്തപ്പ പറഞ്ഞു, പോലീസ് മുരാച്ചികൾ പറയണ് നമ്മുടെ കൊച്ചു നീലാണ്ടനെ വെടിവെച്ച് കൊല്ലണോന്ന്. പിന്നെ തോമയും രാമൻ നായരും ഇരിക്കുമോ? കല്ലുമല്ല മരവുമല്ലവർ. 2 പേരും ചാടി എണീറ്റു. 4 പേരും ഓടി. തോമയും രാമൻ നായരും ചെന്നപാടെ ജനങ്ങൾക്ക് മഹത്തായ നേതൃത്വം കൊടുത്തു. അവർ 2 ഉശ്വര മുദ്രാവാക്യങ്ങളിട്ടു. പോലീസ് മൂരാച്ചി ഭരണം നശിക്കട്ടെ, കൊച്ചു നീലാണ്ടൻ സിന്ദാബാദ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ആർത്തു വിളിച്ചുകൊണ്ട് മുന്നേറി. അവർ പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. യുദ്ധക്കുതിയന്മാരായ മൂരാച്ചി സർക്കാരിൻ്റെ മൂടുതാങ്ങി പോലീസ് മൂരാച്ചികൾ കിടുകിടാ വിറച്ചു. തോമയും രാമൻ നായരും പ്രസ്താവനകളിറക്കി. കൊച്ചു നീലാണ്ടനെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള പോലീസ് പ്രസ്താവന മേപ്പടി പോലീസുകാർ നിരുപാധികമായി പിൻവലിക്കുകയും ജനങ്ങളോട് മാപ്പ് ചോദിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ, രാമൻ നായരും തോമയും പറഞ്ഞു, പോലീസ് മൂരാച്ചികളുടെ മൂക്ക് ചെത്തി ഉപ്പിലിടും. ഒടുവിൽ ബഹുജനഹിതത്തിന് പോലീസുകാർ കീഴടങ്ങി. അവരുടെ മൂരാച്ചി പിന്തിരിപ്പൻ പ്രസ്താവന അവർ നിരുപാധികമായി പിൻവലിക്കുകയും ജനങ്ങളോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഈ വിധത്തിൽ ആ കൊച്ചു നീലാണ്ടൻ സമരം ജയിച്ചു. പഴം, ശർക്കരയുണ്ട മുതലായവ കൊടുത്ത് പാറുക്കുട്ടിയുടെ സഹായത്തോടുകൂടി കൊച്ചു നീലാണ്ടനെ നദിയിലേക്കിറക്കി കുളിപ്പിച്ച് ആഘോഷപൂർവ്വം തളച്ചു. അന്ന് ചാത്തങ്കേരി മനക്കിലെ കാരണവരായ കൊച്ചുനാരായണ നമ്പൂതിരിപ്പാട് ജനങ്ങൾക്കൊരു കഞ്ഞിസദ്യ കൊടുത്തു, ചക്കപ്പുഴുക്കും. അങ്ങനെ സ്ഥലത്ത് വീണ്ടും സുഖവും സമാധാനവും കളിയാടി. പക്ഷേ രാമൻ നായർ, തോമ, എട്ടുകാലി മമ്മൂഞ്ഞ്, മണ്ടൻ മുത്തപ്പ മുതൽ പേർക്ക് സുഖമെവിടെ? തൊഴിലറിയാവുന്നതാണ്, ചെയ്യാൻ മനസ്സുണ്ട്. എന്നാൽ അവസരമെവിടെ? അവർക്ക് തൊഴിലില്ലാത്തവർക്കുള്ള സർക്കാർ വേതനവും കൊടുക്കുന്നില്ല. ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ ഒരു തൊഴിലവസരം വരുന്നു. ചെറുതാണ്, ചെറുതെങ്കിൽ ചെറുത്. ആ കാലത്ത് മുച്ചൂട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണം പോക്കറുടെ മകൾ സൈനബയ്ക്ക് ചെറിയ തോതിൽ വീട്ടിലിരുന്നൊരു കച്ചവടമുണ്ടായിരുന്നല്ലോ. അപ്പം, പുട്ട്, കടല, മുട്ട, കപ്പ, കാപ്പി, ഇടിയപ്പം, നേന്ത്രപ്പഴം ഇതെല്ലാം കാലത്ത് 6 മണി മുതൽ 9 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. കടമായി മേൽപ്പിടി സാധനങ്ങൾ വാങ്ങി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന സ്ഥിരം പറ്റുപടിക്കാരായിരുന്നു രാമൻ നായർ, തൊരപ്പൻ, അവറാൻ, തോമ, എട്ടുകാലി മമ്മൂഞ്ഞ്, ഡ്രൈവർ പപ്പുണ്ണി, മണ്ടൻ മുത്തപ്പ മുതലായവർ. എന്തിന്? അക്കാലം മുതൽക്കേ സ്ഥലത്തെ പ്രധാന സുന്ദരിയായിരുന്ന സൈനബയ്ക്ക് സ്ഥലത്തെ പ്രധാന മണ്ടനായിരുന്ന മുത്തപ്പയോട് ഉള്ളുകൊണ്ടിഷ്ടമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ആയതിന് മുച്ചൂട്ടുകളിക്കാരൻ്റെ ബലം കൂട്ടിക്കൊണ്ട് പല തെളിവുകളും തോമായ്ക്കും രാമൻ നായർക്കും ഹാജരാക്കാൻ കഴിയും. പ്രധാനമായി അവർ പറയുന്നത് സൈനബ പുട്ടിൽ കാണിച്ച ഭയങ്കര മറിമാറ്റത്തെപ്പറ്റിയാണ്. മണ്ടൻ മുത്തപ്പയ്ക്ക് കൊടുക്കുന്ന പുട്ടിനകത്ത് പുഴുങ്ങിയ കോഴിമുട്ട ഒളിച്ചിരിക്കാൻ കാരണമെന്ത്? ചരിത്ര വിദ്യാർത്ഥികൾ സദയം ചിന്തിക്കുക. സമത്വസുന്ദരമായ ഏർപ്പാടിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് മനോവേദന ഉളവാക്കുന്ന സംഗതിയാണല്ലോ ഈ പിന്തിരിപ്പൻ ഏർപ്പാട്. എല്ലാവരും കടം പറ്റുന്നു. എന്നാൽ എന്തുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്ന പുട്ടിനകത്ത് പുഴുങ്ങിയ കോഴിമുട്ട ഒളിച്ചിരിക്കുന്നില്ല? ദുഷിച്ചു നാറിയ ഈ മൂരാച്ചി പതിവിനെതിരായി നമ്മൾ ചിലത് ചെയ്യാൻ വിചാരിച്ചു എന്നാണ് രാമൻ നായർ പറയുന്നത്. പക്ഷേ തോമ സമ്മതിച്ചില്ല. കാരണം മറ്റെല്ലാവരെ പോലെ സൈനബയ്ക്ക് രാമൻ നായരും തോമയും കാശ് കുറേ കൊടുക്കാനുണ്ട്. ആ വാർത്ത ഈ മഹാപ്രപഞ്ചത്തിലുള്ള എല്ലാവരും സൗകര്യം പോലെ വായിച്ചറിയേണ്ടതിലേക്കായി വാതിൽപ്പലകയിൽ സൈനബ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചുണ്ണാമ്പ് കൊണ്ട് പേരും കരി കൊണ്ട് കാശും. നമ്മുടെ ഈ ചരിത്രം നടക്കുന്ന കാലത്ത് താഴെ പറയുന്ന പ്രകാരമായിരുന്നു പറ്റുപടിക്കാരുടെ കണക്ക്. തൊരപ്പൻ 0 അണ, ഡയവർ 0 അണ, എട്ടുകാലി 7 അണ, തോമ 9 അണ, രാമൻ നായർ 14 അണ, മുത്തപ്പ 2 അണ. ഈ കണക്കുകൾ സ്വയം സംസാരിക്കുന്നില്ലേ? എന്നാൽ ഭയങ്കരമായ ഒരു അനീതിയെപ്പറ്റി ഇത് മിണ്ടുന്നേയില്ല. മണ്ടൻ മുത്തപ്പ എന്ന ദാർശനികൻ ഒരു 40 അണയെങ്കിലും കൊടുക്കാൻ കാണും. എന്നിട്ടാണ് നാണമോ മാനമോ ഇല്ലാതെ ആ പെണ്ണ് എഴുതി വച്ചിരിക്കുന്നത്. രാമൻ നായർ സൈനബയെ മനസ്സുകൊണ്ട് പൊടി കഴുതേ എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. പുഴുങ്ങിയ കോഴിമുട്ട നശിക്കട്ടെ, മൂരാച്ചി കണക്കുകൾ എല്ലാം തന്നെ നശിക്കട്ടെ എന്ന് മൂപ്പർ തന്നെത്താൻ പറഞ്ഞുകൊണ്ട് നടന്നു. സ്ത്രീലോകത്തിന് കടപ്പെട്ടവരായി എങ്ങനെ ജീവിക്കും? ഈ ദുഷിച്ചു നാറിയ വ്യവസ്ഥിതി മാറ്റേണ്ടതെങ്ങനെ? ഈ വിധം ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ രാമൻ നായർക്ക് ചെറിയൊരു കോൺട്രാക്ടർ കിട്ടി. ഒരു തൊഴിലവസരം. സ്ഥലത്ത് ചക്കര വ്യാപാരം. ഉണ്ടക്കണ്ണൻ അന്ത്രുനാം രാമൻ നായരെ വിളിച്ച് രഹസ്യമായി വിക്കി പറഞ്ഞു. രാമൻ നായരെ, എന്താ വിക്കനിക്ക്? 5 രൂപ. രഹസ്യം മറ്റൊന്നുമല്ല. ഉണ്ടക്കണ്ണൻ അന്ത്രു സ്ഥലത്തെ പ്രധാന പിശുക്കനാണ്. വീട്ടുജോലിക്കാരിക്ക് മാസത്തിൽ 2 അണ ശമ്പളം കൊടുക്കുന്ന മഹാനഷ്ടത്തെ പരിഹരിക്കാൻ വേണ്ടി അവളെ അങ്ങ് നിക്കാഹ് കഴിച്ചു. ഭാര്യയാക്കി കളഞ്ഞു. ഭാര്യയ്ക്ക് ശമ്പളം കൊടുക്കണമെന്നില്ലല്ലോ. പിന്നെ മൂപ്പരുടെ ചക്കര വ്യാപാരത്തോടനുബന്ധിച്ച് തന്നെ ഉണ്ടക്കണ്ണൻ അന്ത്രുവിന് കുറേശ്ശെ കൃഷിയുമുണ്ട്. കൃഷി നിലത്ത് ചാണകവും ചാരവും മറ്റും ഇടുന്നത് വളരെ നല്ലതാണല്ലോ. സ്ഥലത്തെ വലിയ കൃഷിക്കാരിൽ ഒരാളായ കുന്നേത്താഴത്ത് കുട്ടിയാലി മുതലാളിയില്ലേ, മൂപ്പരുടെ വകയായി ചാണകവും ചാരവും നദിയുടെ വക്കത്തൊരു മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. നല്ല ഇരുട്ടാണല്ലോ. 1 മണിക്കൂർ ജോലിയേ ഉള്ളൂ. ഒരു മഞ്ചിച്ച ചാരം വേണം. തന്നെയുമല്ല ആ അഡ്വാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 2 രൂപ അഡ്വാൻസായി തന്നെ കൊടുക്കുകയും ചെയ്തു. അതുമായി രാമൻ നായർ ചെല്ലുമ്പോൾ തോമായും എട്ടുകാലി മമ്മൂഞ്ഞും മണ്ടൻ മുത്തപ്പയും കൂടി പാറുക്കുട്ടിക്ക് ശർക്കരയുണ്ട കൊടുക്കുകയാണ്. ദേഷ്യം വരാതിരിക്കുമോ? രാമൻ നായർക്ക് ദേഷ്യം വന്നു. മൂപ്പർ ഗൗരവത്തെ വിളിച്ചു. എടേ തോമ, ഇവിടെ വാ. തോമ വല്ലവരുടെയും മൂട് താങ്ങി മൂരാച്ചിയാണോ? തോമ പറഞ്ഞു. തൻ്റെ അച്ചിയോട് പറയും. അച്ചിക്ക് പറഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും ദേഷ്യം വരും. അത് സംബന്ധമായി പിണങ്ങാത്ത പുരുഷരില്ല. രാമൻ നായർക്ക് കലശലായ ദേഷ്യം വന്നു. രാമൻ നായർ പറഞ്ഞു. അച്ചിക്ക് പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ മൂക്ക് ചെത്തി ഞാൻ ഉപ്പിലിട്ട് കളയും. തോമ ചോദിച്ചു. തൻ്റെ ഏതച്ചിക്കാണ് ഞാൻ പറഞ്ഞത്? കാര്യം ശരിയല്ലേ? മരുന്നിനൊരു അച്ചി പോലുമില്ല. എന്നാലും രാമൻ നായർ പറഞ്ഞു. ഇക്കുറി നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. പോ. എവിടെ പോകാനാ? തനിക്ക് എന്താ പിണഞ്ഞത്? നീ അവളുമായി കുഴഞ്ഞാടുന്നത് കണ്ടപ്പോൾ ഒരു ദേഷ്യമൊക്കെ അങ്ങ് വന്നു. ദാ 30 തന്നെ. 30 അണ. നിൻ്റെ 9, എൻ്റെ 14, എട്ടുകാരിയുടെ 7. പോയി ആ ഒറ്റക്കണ്ണൻ വണ്ണൈസ് മങ്കിയുടെ മകൾക്ക് കൊടുത്തിട്ട് വാ. ജോലിയുണ്ട്. 1 അണയുടെ കാശ് ധർമാവിനത്തിൽ മുത്തപ്പയ്ക്കും കൊടുത്തു. അന്ന് പാതിരാത്രിക്കുള്ള ശുഭമുഹൂർത്തം. നല്ല കുറ്റാകുരിരുട്ട്. സ്ഥലവാസികൾ മിക്കവരും ഉറങ്ങി. ഉറങ്ങാത്തവർ കയറിയ ഒരു വഞ്ചി പുഴവക്കത്ത് വന്നടുത്തു. അതിൽ രാമൻ നായർ, തോമ, എട്ടുകാലി മമ്മൂഞ്ഞ്, മണ്ടൻ മുത്തപ്പ എന്നീ മാന്യന്മാരുണ്ടായിരുന്നു. മണ്ടൻ മുത്തപ്പയെയും എട്ടുകാലി മമ്മൂഞ്ഞിനെയും കൊണ്ടുവന്നത് രാമൻ നായരുടെയും തോമയുടെയും മനോഗുണം കൊണ്ടാണ്. പ്രോത്സാഹനം. അവശ കലാകാരന്മാർ. വെള്ളക്കൊപ്പക്കാലം. നല്ല ഒഴുക്കുണ്ട്. 3 കുട്ട, 1 മൺവെട്ടി, 3 ചുമട്ടുകാർ. പക്ഷേ ഇരുട്ടിന് നന്നേ കട്ടി.
വഞ്ചി എവിടെ കിട്ടും? കുറ്റിയൊന്നും കണ്ടില്ല. എട്ടുകാലി മമ്മൂഞ്ഞ് വഞ്ചി ഒഴുകിപ്പോകാതെ പിടിച്ചുകൊണ്ട് നിന്നു. തോമ ഇരട്ടത്തൊരു കുറ്റി തപ്പുകയാണ്. സമയം എന്തിന് പാഴാക്കുന്നു? സമയമാകുന്നു ധനം. മൺവെട്ടിയും എടുത്ത് കുട്ടികളുമായി രാമൻ നായരും മണ്ടമുത്തപ്പയും നടന്നു. പൊതുവായുള്ള ഇരുട്ടിനേക്കാൾ കറുത്തു കണ്ട ചാണകക്കൂമ്പാരത്തിനടുത്ത് കുട്ട വെച്ച് രാമൻ നായർ മൺവെട്ടി കൊണ്ട് ആഞ്ഞൊന്ന് വെട്ടിയ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ആകാശവും ഭൂമിയും നടുങ്ങത്തക്ക വിധത്തിൽ ആ ചാണകക്കൂമ്പാരം ഒരു ആനയായി അമറാൻ തുടങ്ങി. പട്ടികളെല്ലാം സംഘടിതമായി കുരച്ചു. സ്ഥലവാസികൾ ഞെട്ടിയുണർന്നു. ഉഗ്രപിശാചായ ആനത്തുറമാരിയുടെ ഘോരമായ നിലവിളിയാണെന്ന് ഉദ്ദേശിച്ച് ഉണർന്നവർ മൂടി പുതച്ച് കണ്ണുമടച്ച് കിടപ്പായി. ഇതെല്ലാം കണ്ണു ചിമ്മുന്ന സമയം കൊണ്ട് സംഭവിച്ചതാണ്. ആനമറുതായുടെ അത്ര തന്നെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മണ്ടമുത്തപ്പ പുഴയിലെടുത്തു ചാടി. അദ്ദേഹത്തെ പിന്നെ സ്ഥലവാസികൾ കാണുന്നത് 2 ദിവസം കഴിഞ്ഞാണ്. ഒഴുക്കിലൊരു 4-5 മൈൽ ദൂരെ ചെന്നേ കരകയറാൻ കഴിഞ്ഞുള്ളൂ. കൃത്യം നടന്നിട്ട് ഒരു 10 മിനിറ്റായി കാണും. തോങ്ങ മൂങ്ങ മൂളുന്നത് പോലെ എടോ എടോ എന്ന് പതുക്കെ വിളിച്ചുകൊണ്ട് നടന്നപ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് രാമൻ നായർ പതുക്കെ വിളി കേട്ടു. തോമ ചോദിച്ചു, താനെവിടെ എന്നതാ ചെയ്യണത്? എന്തൊരു ചോദ്യമാണ്! ഒരാൾ ഭയന്ന് വിറച്ച് വൃക്ഷത്തിൽ കയറി രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ചോദ്യം. രാമൻ നായർ പറഞ്ഞു. പേടി തോന്നുന്നുണ്ടോ? വലിഞ്ഞു കയറിക്കോ, കുറേശ്ശെ മിഷറുകടിയുണ്ട്. എന്നാലും വാ. തോമ പറഞ്ഞു. ഞാൻ മഹാധീരനാ, താനും ഒന്ന് ഇറങ്ങി വന്നേ. തോമ ധീരനാണെങ്കിൽ രാമൻ നായരും ധീരനാണ്. മൂപ്പർ പതുക്കെ താഴെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആ നിലവിളിച്ചത് എന്തായിരുന്നു തോമ? തോമ പറഞ്ഞു, നമ്മുടെ പാർക്കുട്ടി. ആർക്കാണെങ്കിലും ദേഷ്യം വരാതിരിക്കുമോ? രാമൻ നായർ പറഞ്ഞു. കഴുവയുടെ മോളുടെ ചങ്ക് ഞാൻ വെള്ളമാക്കും. തോമ പറഞ്ഞു. താൻ അവളെ കുട്ടയിൽ വാരിക്കൊണ്ടുപോകാൻ തുടങ്ങിയാൽ അവൾ കരയാതിരിക്കുമോ? പാവം, അവൾ പേടിച്ചു പോയി. സാധനം കിടക്കുന്ന കുറേ കൂടെ അകലെയാ. മൺവെട്ടിയും കുട്ടകളും എവിടെ? അവിടെ അടുത്തെങ്ങാനും കാണും. മുത്തപ്പ എവിടെ? അദ്ദേഹം പ്രാണരക്ഷാർത്ഥം പുഴയിൽ ചാടി നീന്തിപ്പോയി. എട്ടുകാലിയോ എന്ന് ചോദിച്ചുടനെ എട്ടുകാലി മമ്മൂഞ്ഞ് പറഞ്ഞു. സംഗതി അറിഞ്ഞാ? അത് നമ്മുടെ പാർക്കുട്ടിയാണെന്ന്. ഉമ്മണി അങ്ങ് മാറി കൊച്ചു നീലാണ്ടനെ നിപ്പുണ്ട്. അവനൊന്നും മിണ്ടാത്തത് കണ്ടാ? തോമ പറഞ്ഞു. രാമൻ നായർ ചെന്ന് സാധനമൊക്കെ എടുത്തുകൊണ്ട് വാ. നീ ചെല്ല്, രാമൻ നായർ പറഞ്ഞു. ഞാനും അവളുമായി ഉള്ളുകൊണ്ടത്ര രസത്തിലല്ല. തോമ പതുക്കെ പാർക്കുട്ടിയുടെ അടുത്ത് ചെന്നു. പൊന്നെ പാർക്കുട്ടി, എടി മനമേ, തങ്കപ്പുട്ടിലെ, ഇത് നിന്നെ വെട്ടി വാരിക്കൊണ്ടുപോകാൻ വന്ന രാമൻ നായരല്ല, നിന്റെ പൊന്നിഷ്ടക്കാരൻ തോമ. എടി കരളെ, ഞാൻ ആ മൺവെട്ടിയും മറ്റും ഇങ്ങടുത്തൊട്ടടി, അനങ്ങല്ലേ എന്നെല്ലാമുള്ള സാന്ത്വന വാക്കുകൾ തോമ പറഞ്ഞു തുടങ്ങിയപ്പോൾ രാമൻ നായർ പറഞ്ഞു. നിന്റെ കിച്ചി കിന്നാരം പറിച്ചിൽ നിർത്തിയിട്ട് വേഗം എടുത്തോണ്ട് വാ. ഒരു ശൃംഗാരം. തോമ പിന്നെ മിണ്ടിയില്ല. നടത്താൻ വന്ന തൊഴിൽപരമായ കാര്യം മുറ പോലെ നടത്തി. വഞ്ചി നിറച്ച് അവർ പോയി. രാത്രി തന്നെ ഉണ്ടക്കണ്ണൻ അന്തർവിനെ വിളിച്ചു നടത്തി സാധനം വഞ്ചിയോട് ഏൽപ്പിച്ചു. 3 രൂപയും വാങ്ങി തിരിച്ചു പോരുമ്പോൾ ആനവാരി എന്നാരോ പതുക്കെ പറയുന്നത് കേട്ടു. തോമയാണോ? എട്ടുകാലി പറയുകയില്ല. ആരാണ്? അശരീരി. നിശബ്ദരായി അവർ പോയി കിടന്നുറങ്ങി. എന്നാൽ ആനവാരി രാമൻ നായർ എന്നെങ്ങാനും എന്നെ വിളിക്കുന്ന മൂരാച്ചിയുടെ മൂക്ക് ചെത്തി ഞാൻ ഉപ്പിലിടും എന്ന് ആയിടെ എല്ലാവരെയും മൂപ്പർക്ക് ഭീഷണിപ്പെടുത്തേണ്ടതായി വന്നുകൂടി. ആരാ വിളിക്കാൻ ധൈര്യപ്പെടുന്നത്? മൂപ്പർ ചെവിവട്ടം പിടിച്ച് നടപ്പായി. മൂപ്പർ കണ്ടു സൈനിബിയുടെ വാതിൽപ്പലകിൽ ആനവാരി രാമൻ നായർ ആറണ. എന്താ ചെയ്യുക? സാമുദായിക ഘടന ഇത്രയ്ക്ക് ദുഷിച്ചു പോയല്ലോ. തൽക്കാലം 6 അണ കയ്യിലില്ല. എന്തിന്? കാലം അധികമൊന്നും കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും സ്ഥലവാസികളെല്ലാവരും, കൂട്ടത്തിൽ വിദേശ സർക്കാരിൻ്റെ സ്ഥലത്തെ 2 പോലീസ് മുരാച്ചികളും ആനവാരി രാമൻ നായർ എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. എന്തു ചെയ്യും ഈ ദുഷിച്ചു നാറിയ സമുദായ വ്യവസ്ഥിതിക്കെതിരെ? ആനവാരി രാമൻ നായർ ഈ വിനീത ചരിത്രകാരനോട് പറയുകയാണ്. ആനക്കളൻ രാമൻ നായർ എന്നെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അതിന് ശരിയായ കാരണവുമുണ്ട്. പക്ഷേ അങ്ങനെ ആരും അദ്ദേഹത്തെ വിളിക്കുന്നില്ല. മൂടുതാങ്ങി മൂരാച്ചി സർക്കാരിൻ്റെ പോലീസ് പുസ്തകങ്ങളിലും ജയിൽ കിതാബുകളിലും പതിഞ്ഞു പോയിരിക്കുന്നത് ആനവാരി രാമൻ നായർ എന്ന് തന്നെയാണ്. ആ ബഹുമതിയാണ് നല്ലത്. 50 രൂപ കോൺട്രാക്ടറിൽ ഒരാനയെ മോഷ്ടിക്കുവാനുള്ള തൊഴിലവസരം കിട്ടി. ധീരമായ ആ സംഭവത്തിന് മുമ്പ് തോമയ്ക്ക് പൊൻകുരിശി എന്നുള്ള ബഹുമതി ലഭിക്കുന്നത് കൊണ്ട് തോമയുടെ ചരിത്രമാകുന്നു ഇനി ഈ വിനീത ചരിത്രകാരന്മാർ രേഖപ്പെടുത്താൻ പോകുന്നത്. അധ്യായം 3. ഒരു ദിവസം തോമ പരമരഹസ്യമായി പറഞ്ഞു, എടേ ആനവാരി,
ഒറ്റയ്ക്കൊറ്റയ്ക്ക് വലിയ പള്ളി മൈതാനം. അങ്ങനെ ഒരു രാത്രി ഒറ്റയ്ക്കൊറ്റയ്ക്ക് എല്ലാവരും സ്ഥലം വിട്ടു. പഴയ വഴിക്കുമായതുകൊണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആനവാരി രാമൻ നായർ, തോമ, മണ്ടൻ മുത്തപ്പ, ഒറ്റക്കണ്ണൻ പോക്കർ, എട്ടുകാലി മമ്മൂന് എന്നീ പൗരന്മാർ സ്ഥലത്ത് നിന്നും 11 മൈൽ ദൂരെ ക്രിസ്ത്യാനികളുടെ വകയായ പുരാതനമായ വലിയ പള്ളി മൈതാനത്ത് ഒത്തുചേർന്നു. അന്നവിടെ പെരുന്നാളാണ്. വലിയ ബഹളവും ആൾക്കൂട്ടവുമാണ്. കച്ചവടം, തൊട്ടിലാട്ടം, ഞാണിന്മേൽക്കളി, വെടിക്കെട്ട്, മതപ്രസംഗങ്ങൾ എന്നു വേണ്ട നല്ല ഹരം തന്നെ. മുച്ചീട്ടുകളി, പിടിച്ചുപറി, മോഷണം, പോക്കറ്റടി എന്നീ കലാപ്രവർത്തനങ്ങൾക്ക് അവിടെ വലിയ സാധ്യതകളാണുള്ളത്. ആ പള്ളിയിൽ അന്ന് പ്രസിദ്ധമായ പൊൻകുരിശ് എഴുന്നള്ളിക്കും. തനി കട്ടി സ്വർണമാണത്. അത്തരം പൊൻകുരിശുകൾ ഭൂഗോളത്തിലുള്ള പ്രധാനപ്പെട്ട അനേകായിരം പള്ളികളിലുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. സ്ഥലത്തിനടുത്തുള്ള വലിയ പള്ളിയിലെ പൊൻകുരിശ് സൂക്ഷിച്ചിരിക്കുന്നത് വലിയ ബന്ധവസിൽ തന്നെ. പെട്ടിക്കകത്ത് പെട്ടി, എല്ലാം കൂടി ഒരറയിൽ. അതിനടുത്ത് വികാരി അച്ഛന്റെ താമസം. പൊൻകുരിശ് അന്ന് എഴുന്നള്ളിച്ചു. കൺകുളിർക്കി ഭക്തജനങ്ങൾ എല്ലാവരും കണ്ടു. പെരുന്നാൾ കഴിഞ്ഞു. എല്ലാവരും തിരികെ സ്ഥലത്ത് വന്ന് ചേർന്നു. ഓർത്തു നോക്കിയപ്പോൾ വച്ചുകൂട്ടുകളും അറയും ബന്ധവസ്സുമെല്ലാം തോമ മറന്നു. വലിയൊരു പ്രശ്നം. തോമയെ അലട്ടാൻ തുടങ്ങി. പൊൻകുരിശ്, മരക്കുരിശ്. തോമയ്ക്ക് ഊണില്ല, ഉറക്കമില്ല. ആകെ കൂടി തോമ വലിയ ബേജാറായി. തോമയ്ക്ക് എന്തു പറ്റി? ആനവാരി ചോദിച്ചു, ഒറ്റക്കണ്ണൻ ചോദിച്ചു, മണ്ടൻ ചോദിച്ചു, എട്ടുകാലി ചോദിച്ചു, സ്ഥലവാസികൾ പലരും ചോദിച്ചു. സ്ഥലത്തെ 2 പോലീസ് മൂരാച്ചികളും ചോദിച്ചു. തോമ എല്ലാവരോടും പറഞ്ഞു, ഓ, ഒന്നുമില്ല. എന്നാൽ ഏതാണ്ടില്ലേ? ഉണ്ട്. സത്യക്രിസ്ത്യാനികളെ വിവരം ചോദിക്കേണ്ട അതിപ്രധാന കാര്യം. കർത്താവായ യേശു മിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലോ പൊൻകുരിശിലോ? അല്പം ഉഷാറായി തന്നെ ഗവേഷണം നടത്തേണ്ട ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലോ. സമയം എന്തിനു പാഴാക്കുന്നു? സന്തത സഹചാരികളോട് കമാന്നൊരക്ഷരം പോലും പറയാതെ തോമ ഇരുട്ടത്ത് അത്യാവശ്യമായി സ്ഥലം വിട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. 9 ദിവസത്തെ ഗവേഷണത്തിന് ശേഷം തോമ ഒരു തീരുമാനത്തിലെല്ലാം എത്തിച്ചേരുന്നു. അന്ന് കൃത്യം 2:30 മണിക്ക് തോമയെ ഒരു പോലീസുകാരൻ മൂരാച്ചി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലടയ്ക്കുന്നു. എന്താ കാരണം? സംശയകരമായ നിഴലിൽ അതിർത്തിക്ക് വെളിയിലുള്ള ഒരു കേടിയെ കാണുന്നു. നമുക്കറിയാമല്ലോ, പോലീസ് മൂരാച്ചികൾക്ക് ആരെ കണ്ടാലും സംശയമാണ്. പഴയ പോലീസുകാർ വളരെ നല്ലവർ. അവർക്ക് ചട്ടവട്ടങ്ങളെല്ലാം ശരിക്കറിയാം. തോമയെ അറസ്റ്റ് ചെയ്തത് ഒരു പുതിയ പോലീസുകാരനാണ്. പഴമക്കാരനായിരുന്നെങ്കിൽ ഇത്ര നിസ്സാര കുറ്റത്തിന് തോമയെ അറസ്റ്റ് ചെയ്യുമോ? പോകട്ടെ. തോമ മൂരാച്ചി സർക്കാരിന്റെ പോലീസ് ലോക്കപ്പ് തുറങ്കിലായിട്ട് 19 ദിവസം കഴിഞ്ഞു. 20ാമത്തെ ദിവസം രാത്രി. നല്ല കാറ്റും മഴയും, വേണ്ടത്ര തണുപ്പുമുണ്ട്. നല്ലവണ്ണം ആഹാരം കഴിച്ചിട്ടുള്ളവർക്ക് പുതപ്പിനുള്ളിൽ സുഖമായി കിടന്നുറങ്ങാം. കുറേശ്ശെ ഇടിക്കുടുക്കവും മിന്നലെറിച്ചിലുമുണ്ട്. 2 മണി കഴിഞ്ഞു. തോമ ഉറങ്ങിയിട്ടില്ല. അന്നത്തെ രാത്രി പാറാവുകാരൻ 1627 നമ്പർ. പഴമക്കാരൻ പളുങ്കൻ കൊച്ചുകുഞ്ഞ് ഒരു ബീഡി കത്തിച്ചു കമ്പിയഴകളുടെ ഇടയിലൂടെ തോമയ്ക്ക് കൊടുത്തു. എന്നിട്ട് തന്റെ ജീവിത പരാജയത്തെ പറ്റി പളുങ്കൻ കൊച്ചുകുഞ്ഞ് മനോദുഃഖത്തോടെ സംസാരിക്കാൻ തുടങ്ങി. കർത്താവിന്റെ മനോഹിതം, പെൻഷനും പറ്റാറായി. ഇനി 1-2 മാസം. കെട്ടിച്ചു കൊടുക്കാൻ പെമ്മക്കൾ 7 പേര് പുരനിറഞ്ഞു നിൽക്കുന്നു. മൂത്തവൾക്കോ 27 വയസ്സായി. തോമ ചോദിച്ചു, സമ്പാദ്യം? സ്വത്തൊന്നുമില്ലേ? സ്വത്ത്? തോമ, താമസിക്കുന്ന സ്ഥലത്തിന് 5.5 രൂപ കൂലി കൊടുക്കണം. വളരെ പഴയ കൂലി. പെൻഡ്രം നോത്തി തളർവാദം പിടിച്ചു കിടപ്പാ. പറഞ്ഞില്ലേ കർത്താവിന്റെ മനോഹിതം. തോമ ഒന്നും പറഞ്ഞില്ല. സമയം കുറെ കഴിഞ്ഞ് തോമ തിക്കും പൊക്കും നോക്കി രഹസ്യമായി പറഞ്ഞു, താൻ ഇച്ചിരി അടുത്തിരുന്നേ. പളുങ്കൻ കൊച്ചുകുഞ്ഞ് അടുത്തിരുന്നു. തോമ പതുക്കെ പറഞ്ഞു, 2 മണിക്കൂർ നേരത്തേക്കു തനിക്കെന്നെ ഒന്ന് തുറന്നു വിടാവോ? ഒരു വഴി വെച്ച് തരാം. പളുങ്കൻ കൊച്ചുകുഞ്ഞ് വിറച്ചുപോയി. സംഗതി ഭയങ്കരമല്ലേ? പക്ഷേ പറഞ്ഞത് തോമയാണ്. പളുങ്കൻ ചോദിച്ചു, തോമാ, നീ എന്നെ ചതിക്കുവോ? പെൻഷൻ പോകും. പെമ്പ്രനോത്തിയും കുഞ്ഞുങ്ങളും.
തോമാ, നീ എന്നെ ജയിലിൽ കയറ്റുവോ? ഇല്ലടാ, വല്ല പുത്തൻ പോലീസ് മൂരാച്ചി ആയിരുന്നെങ്കിൽ ഇത്രയ്ക്കും പേടിക്കുവോ? അത്രയ്ക്കൊന്നും പറയണ്ട. പുത്തൻ പോലീസുകാരേക്കാൾ പഴമക്കാരാണ് മിടുക്കരും ധീരന്മാരും. പളുങ്കൻ കൊച്ചുകുഞ്ഞ് മറ്റു ലോക്കപ്പ് മുറികളിൽ ചെന്ന് നോക്കി. പുള്ളികളെല്ലാവരും ഉറക്കം. വെളിയിലും ചെന്ന് നോക്കി. അവിടെ വരാന്തയിൽ 2 പുതിയ പോലീസ് പിള്ളേർ കൂർക്കം വിളിച്ച് ഉറങ്ങുന്നുണ്ട്. എല്ലാം ശാന്തം. എന്നാലും പളുങ്കനും മനസ്സുറയ്ക്കുന്നില്ല. തോമാ, കടുവാമാത്തനാ പോലീസ് ഇൻസ്പെക്ടർ കടുവാമാത്തൻ ഭയങ്കരനാണ്. ഒരു ദാക്ഷിണ്യമുള്ള ആളല്ല. പുള്ളികളായാലും പോലീസുകാരായാലും കടുവാമാത്തെന്ന് കേട്ടാൽ വിറയ്ക്കും. തോമ പറഞ്ഞു, താൻ ചുമ്മാ പേടിക്കാതിരിക്കടേ കർത്താവേ, തോമയ്ക്ക് നല്ല ബുദ്ധി തോന്നണേ എന്നുള്ള പ്രാർത്ഥനയോടെ പളുങ്കൻ കൊച്ചുകുഞ്ഞ് ഒച്ചയുണ്ടാക്കാതെ ലോക്കപ്പിന്റെ പൂട്ട് തുറന്നു. വാതിലും പതുക്കെ തന്നെ തുറന്നു. ഞൊട്ടിയിട്ട കൊണ്ട് തോമ വെളിയിറങ്ങി. കോരിച്ചെരിയുന്ന മഴയത്ത് ഇരുളിൽ മറഞ്ഞു. സമയം കുറെ കഴിഞ്ഞപ്പോൾ പളുങ്കൻ കൊച്ചുകുഞ്ഞിന് സംഭ്രമമായി. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അനേകം വർഷത്തെ പോലീസ് സേവനം, അതിന് സർക്കാർ കൊടുക്കാൻ പോകുന്ന പെൻഷൻ എല്ലാം കളഞ്ഞു കുളിച്ചു. തോമ ചതിക്കും. ഭാര്യയും കുഞ്ഞുങ്ങളും ജയിൽ. അയ്യോ, പളുങ്കന് ഇരിക്കപ്പുറതി ഇല്ലാതായി. അയാൾ എണീറ്റു. ഇടികൊടുക്കാം, മിന്നലെറിച്ച്, ശരബരാ മഴ. വേറൊന്നുമില്ല. പളുങ്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ബോധക്കേട് വരാൻ പോവുകയാണോ? ആ പുതിയ പോലീസ് പിള്ളേർ ഉറക്കപ്പിച്ച് പറയുന്നു. അയാൾ ഇരുന്നു. ഉടുപ്പഴിച്ചു വെച്ച് ഇറങ്ങി പോയി കളഞ്ഞാലോ? എവിടെ പോകും? വയസ്സ് കുറെ അധികമായി. ഒന്നിനും ശേഷിയുള്ള കാലമല്ലല്ലോ. കർത്താവേ ചതിക്കല്ലേ, കർത്താവേ ചതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ എന്ത് ഗതി? നേരം വെളുക്കാറായി. എല്ലാം കുഴപ്പത്തിലായി. പക്ഷേ ഒന്നും കുഴപ്പത്തിലായിട്ടുണ്ടായിരുന്നില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നനഞ്ഞൊലിച്ച് തോമ കയറി ചെന്നു. ചെന്ന പാടെ ലോക്കപ്പിനുള്ളിൽ കയറി. പളുങ്കോ, പൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് മൂപ്പർ മുണ്ടഴിച്ച് പിഴിഞ്ഞു തലയും മറ്റും തോർത്താൻ തുടങ്ങി. പളുങ്കൻ കൊച്ചുകുഞ്ഞ് ലോക്കപ്പ് പൂട്ടി. തലയ്ക്ക് കൈ കൊടുത്ത് താഴെ ഇരിപ്പായി. കൊണ്ടുപോയി വിറ്റു മക്കളെയും കെട്ടിക്ക്. വെമ്പിറന്നോത്തിക്ക് മരുന്നും വാങ്ങിച്ചു കൊടുക്ക്. തോമ ഇരുമ്പഴിക്കിടയിലൂടെ ഒരു പൊതി വെച്ചു നീട്ടി. പളുങ്കൻ അത് വാങ്ങി. നല്ല കനം. പളുങ്കൻ തുറന്നു നോക്കിയപ്പോൾ 1.6 ഇഞ്ച് നീളവും 3/4 ഇഞ്ച് കനവും 1.5 ഇഞ്ച് വീതിയുമുള്ള ഒരു സ്വർണ്ണക്കട്ടിയാണ്. എവിടെന്നാ? ഒടിച്ചെടുത്ത മാതിരി. ഞാൻ ഉറങ്ങട്ടെ. തോമ കിടന്നു. 2 ദിവസം കഴിഞ്ഞില്ല. നാടൊട്ടുക്കു സംഭ്രമകരമായ ഒരു വാർത്ത പരന്നു. വലിയ പള്ളിയിലെ പൊൻകുരിശു കളവ് പോയി. ബിഷപ്പ് വന്നു, അച്ഛൻ വന്നു, കപ്പ്യാര് വന്നു, കൈക്കാരന്മാർ വന്നു, നാട്ടുകാർ വന്നു. ഇൻസ്പെക്ടർ കടുവാമാത്തന്റെ മുമ്പാകെ എല്ലാവരും വന്നു. കടുവാമാത്തന്റെ മഞ്ഞ നിറം കലർന്ന കണ്ണുകൾ തിളങ്ങി. കടുവയെപ്പോലെ മൂപ്പർ മുരങ്ങി. തുമ്പുണ്ടാക്കാം. പണ്ട് കട്ടവരും ഒരിക്കലും കക്കാത്തവരും കട്ടേക്കാവുന്നവരും അങ്ങനെ ബാച്ചായി പുള്ളികൾ സ്റ്റേഷനിൽ നിറഞ്ഞു. അടി, ഇടി, കാൽവെള്ള ചുടൽ, ചവിട്ട്, തൊഴി, നഖത്തിനിടയിൽ സൂചി കയറ്റൽ, ലിംഗത്തിൽ പഴന്തുണി ചുറ്റി എണ്ണയൊഴിച്ച് കത്തിക്കൽ, നല്ല ഹരം. തോമ എല്ലാം കാണുകയാണ്. കരച്ചിൽ, പിച്ചുംപേയും പറച്ചിൽ. തോമ എല്ലാം കേൾക്കുകയാണ്. ആരും കുറ്റമേൽക്കുന്നില്ല. ദിവസങ്ങൾ അങ്ങനെ നീങ്ങി. പുതിയ പുള്ളികളെ കൊണ്ടുവന്നു. ഹേമദണ്ഡങ്ങൾ മുറ പോലെ നടന്നു. ചാകാറായിട്ടും ആരും കുറ്റമേൽക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുതിയ ബാച്ചു പുള്ളികളെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഒറ്റക്കണ്ണൻ പോക്കർ, മണ്ടൻ മുത്തപ്പ, ആനവാരി രാമൻ നായർ, ഇട്ടുകാലി മമ്മൂഞ്ഞ് എന്നിവരെ തോമ കണ്ടു. തോമ അനങ്ങിയില്ല. ഒരു ബെഞ്ചിന്റെ മുമ്പിൽ അവരെ ഇരുത്തി എല്ലാവരോടും നാക്കുനീട്ടി ബെഞ്ചിന്റെ പുറത്ത് വെക്കാൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. ഇൻസ്പെക്ടർ കടുവാമാത്തൻ ഒരു ചുറ്റികയും 4 വലിയ ആണിയും കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ 4 പേരുടെയും നാക്കു വലിച്ചു നീട്ടി ബെഞ്ചിൽ വെച്ച് ആണിയടിക്കാൻ പോവുകയാണ്. അതിനു മുമ്പേ പറഞ്ഞേക്കൂ, പൊൻകുരിശ് എവിടെ? ആരും ഒന്നും മിണ്ടിയില്ല. അവർക്കാർക്കും അറിഞ്ഞുകൂടല്ലോ. ഇൻസ്പെക്ടർ കടുവാമാത്തൻ ആനവാരി രാമൻ നായരുടെ നാക്കിൽ ആണിക്കൊള്ളിച്ചു ചുറ്റിക വെച്ചടിക്കാൻ ഭാവിച്ചില്ല. അതിനു മുമ്പ് തോമ ചാടി എണീറ്റ് ലോക്കപ്പിന്റെ കമ്പിയഴികളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, പൊൻകുരിശ് എവിടെയെന്ന് ഏമാനെ അവർക്കറിഞ്ഞുകൂടാ. ഇൻസ്പെക്ടർ കടുവാമാത്തൻ ചുറ്റികയുമായി തോമയുടെ അടുത്ത് ചെന്നു. ആ കടുവാനോട്ടം ഒന്ന് നോക്കി. ആ കടുവാസ്വരത്തിൽ ചോദിച്ചു, നിനക്കറിയാമോ
തോമ പറഞ്ഞു, അറിയാം. യജമാനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ലോക്കപ്പ് തുറന്നു തോമയെ ഇൻസ്പെക്ടറുടെ മുറിയിൽ കൊണ്ടുപോയി. തോമ പറഞ്ഞു, ഞാനാ പെൺകുരിശ് കട്ടത്. നീയോ? കളവ് നടക്കുമ്പോൾ നീ ഇവിടെ ലോക്കപ്പിലായിരുന്നല്ലോ. തോമ പറഞ്ഞു, യജമാന്റെ ഇഷ്ടം പോലെ എന്നെ തല്ലുകേ കൊല്ലുകേ ചെയ്യും. അതിയാന് വയസ്സായി, കരുണ കാണിക്കണം. പെമ്പ്രനോത്തിക്ക് തളർവാദമാ. 7 പെൺമക്കളെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കാൻ. ഇൻസ്പെക്ടർ പറഞ്ഞു. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. തോമ മനസ്സിലാക്കി, എല്ലാം മനസ്സിലാക്കി. പോലീസ് സ്റ്റേഷന്റെ കിഴക്കുവശത്തുള്ള ആലിഞ്ചുവട്ടിൽ കുഴിച്ചിട്ടിരിക്കുന്ന ബാക്കി കുരിശ് എടുത്തു കൊടുത്തു. പളുങ്കൻ കൊച്ചുകുഞ്ഞ് ബാക്കി ഭാഗവും കൊടുത്തു. തോമയോട് ഇൻസ്പെക്ടർ കടുവാമാത്തൻ ചോദിച്ചു, ഒരു സത്യക്രിസ്ത്യാനിയായിട്ട് തോമ, നീ എന്താ ഇങ്ങനെ ഈ ഭയങ്കര പാപം ചെയ്തത്? പൊൻകുരിശ് നീ എന്തിനു കട്ടു? തോമ പറഞ്ഞു, യജമാനൻ വേണമെങ്കിൽ എന്റെ നാക്കിൽ ആണിയടിച്ചോ. കർത്താവായ യേശുമിശിഹാ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്കെന്തിനാ പൊൻകുരിശ്? ആ ചോദ്യം കേട്ട് പോലീസ് ഇൻസ്പെക്ടർ കടുവാമാത്തൻ ആകെ തരിച്ചിരുന്നു പോയി. ഭൂമിയിലുള്ള ഒരുപാട് കോടി സത്യക്രിസ്ത്യാനികളിൽ ഓരോരുത്തരും ചെറുപ്പം മുതൽക്കേ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള വിശ്വാസ പ്രമാണമാണല്ലോ. മറ്റു വിശ്വാസക്കാരും ഇത് കേട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഏതാണ്ട് എല്ലാവർക്കും അറിവുള്ള കാര്യം ക്രൂശിച്ചത് മരക്കുരിശിലാണ്. തോമ കള്ളനാണെങ്കിലും അവനത് ശരിക്കും അറിയാം. അവൻ ചെയ്തത് തെറ്റോ ശരിയോ? പെൻഷൻ പറ്റാറായ നിർധനവൃദ്ധനാണ് പോലീസുകാരനായ പളുങ്കൻ കൊച്ചുകുഞ്ഞ്. വിഷമത്തിലാണ്. കെട്ടിച്ചു കൊടുക്കാൻ പെൺമക്കൾ 7 പേര് പുറന്നിറങ്ങി നിൽക്കുന്നു. തളർവാദം പിടിപെട്ട് കിടപ്പിലാണ്. പാവപ്പെട്ട സത്യക്രിസ്ത്യാനികൾ സഹായിക്കാൻ ആരുമില്ല. തോമയുടെ വാക്കുകൾ ഓർത്തു. പള്ളിക്കെന്തിനാ പൊൻകുരിശ്? കാര്യം ശരിയാണ്, കടുവാമാത്തനും തോന്നി. ഇൻസ്പെക്ടർ കടുവാമാത്തൻ ബിഷപ്പിനെ വരുത്തി, വികാരി അച്ഛനെ വരുത്തി, പ്രമാണിമാരെ വരുത്തി, കൈക്കാരന്മാരെ വരുത്തി. പൊൻകുരിശ് തിരികെ കൊടുത്തു. സംഗതികളെല്ലാം പറഞ്ഞു. ഡിസ്മിസ് ചെയ്തിരിക്കുന്ന പളുങ്കൻ കൊച്ചുകുഞ്ഞിന് എന്തെങ്കിലും സഹായം ചെയ്യണം. പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കണം. പൊൻകുരിശ് കാരണം ഹേമദണ്ഡം അനുഭവിച്ച പുള്ളികൾക്ക് 5 രൂപയും മുണ്ടും തോർത്തും കൊടുക്കണം. പറഞ്ഞതുപോലെ ഒക്കെ അവർ ചെയ്തു. പളുങ്കന്റെ 5 മക്കളെ കല്യാണം ചെയ്തു കൊടുപ്പിച്ചു. പളുങ്കന് കപ്പ്യാര് ജോലിയും കൊടുത്തു. ഹേമദണ്ഡം അനുഭവിച്ച പുള്ളികൾക്ക് 5 രൂപയും ഓരോ മുണ്ടും ഓരോ തോർത്തും വീതം കൊടുത്തു. അങ്ങനെയെല്ലാം സന്തോഷമായി സമാധാനമായി കലാശിച്ചു. തോമയ്ക്ക് 1.5 മാസത്തെ വെറും തടവ് ശിക്ഷയും ലഭിച്ചു. ജയിൽ വിമുക്തനായ സ്ഥലത്ത് വന്ന തോമയ്ക്ക് വിവരങ്ങളെല്ലാം ശരിക്കറിഞ്ഞ നാട്ടുകാർ വലിയ സ്വീകരണമാണ് കൊടുത്തത്. തന്നെയുമല്ല, ഒരു പണക്കിഴിയും കൊടുത്തു, നോട്ടുമാലയും കൊടുത്തു. ആയതിലേക്ക് സ്ഥലത്തെ പ്രധാന പ്രമാണികളായ ചാത്തങ്കേരി മനക്കൽ കൊച്ചുനാരായണൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന്റെ അനുജൻ ശങ്കരൻ നമ്പൂതിരിപ്പാട്, ചന്ദനത്തറയിൽ വാസുക്കൈമൾ, കരികിൽ പത്രോസ് മാപ്പിള, ഉണ്ടക്കണ്ണൻ അന്ത്രു, കുന്നേതാഴത്ത് കുട്ടിയാലി മുതലാളി എന്നിവർ ഉദാരമായ സംഭാവനകൾ നൽകി എന്ന് രേഖപ്പെടുത്താൻ വിനീതനായ ഈ ചരിത്രകാരന് വളരെ സന്തോഷമുണ്ട്. തോമ അന്നൊരു കുല പഴവും 2 റാത്തൽ ശർക്കരയും വാങ്ങി പാറുകുട്ടിക്കും കൊച്ചുനീലാണ്ടനും കൊടുത്തു. തോമ അങ്ങനെ പ്രമാണിയായി. വീരനേതാവായി ജീവിച്ചു വരുമ്പോൾ ആനവാരി രാമൻ നായർ തോമയെപ്പറ്റി ഒരു അപഖ്യാതി കേട്ടു. തോമയെ ഒരു പെണ്ണ് സ്നേഹിക്കുന്നു. കൊച്ചു ത്രേസ്യ എന്നാണ് അവളുടെ പേര്. 18 വയസ്സ്, സുന്ദരി, പളുങ്കൻ കൊച്ചുകുഞ്ഞിന്റെ എല്ലാറ്റിലും ഇളയ മകൾ. ആ ക്ഷോഭകരമായ സംഗതി ആനവാരി അറിയുന്നത് എങ്ങനെയാണെന്നോ? ഒരു ദിവസം സേനബയുടെ വാതിൽ പലകയിൽ പൊൻകുരിശ് തോമ 3 രൂപ 6 അണ എന്ന് ആനവാരി കണ്ടു. അതിന്റെ അർത്ഥം മൂപ്പർക്ക് മനസ്സിലായില്ല. തോമയുടെ കയ്യിൽ കാശുണ്ട്, പിന്നെ എന്തിനു കടം പറ്റി? തോമയെ കൊണ്ട് ചോദിക്കാൻ യാതൊരു വഴിയുമില്ല. നേരെ ചൊവ്വയെ കണ്ടിട്ട് കുറേ ദിവസമായി. ആനവാരി ചോദിച്ചു, തോമ കാശൊന്നും തരാനില്ലല്ലോ? സൈനബ പറഞ്ഞു, 4-5 ദിവസമായി പൊൻകുരിശിനെ കാണാൻ കൊച്ചു ത്രേസ്യ. ഒറ്റക്കണ്ണൻ പോക്കര് പറഞ്ഞു, അത് നമ്മുടെ പളുങ്കന്റെ ഇളയമോളാ. ഇത്രയും വഴിയൊക്കെ നടന്ന് ക്ഷീണിച്ചാ വന്നത്. അപ്പ അതിന് പൊൻകുരിശ് തോമയുടെ കണക്കി പുട്ടവും പഴവും കരിപ്പട്ടിക്കാപ്പിയും കൊടുത്തതാ. അക്രമം. നേരിൽ ആനവാരി കണ്ടു. കൊച്ചു ത്രേസ്യയും പൊൻകുരിശ് തോമയുമായി പുഴവക്കത്തിരുന്ന് ശൃംഗരിക്കുന്നു. ഈ അനീതിക്കെതിരായി എന്താണ് ചെയ്യുക? ആനവാരി ചെന്ന് ഗൗരവത്തോടെ വിളിച്ചു പറഞ്ഞു, അടേ പൊൻകുരിശേ, ഒരു 2 രൂപ ഇങ്ങെടുക്ക്. പൊൻകുരിശ് തോമ കമാന്നൊരക്ഷരം ചോദിക്കാതെ പണം കൊടുത്തു. ആനവാരി കൊച്ചു ത്രേസ്യയെ അവജ്ഞയോടെ ഒന്ന് നോക്കിയിട്ട് പോയി. പഴവും ശർക്കരയും വാങ്ങിച്ചു കൊണ്ടുചെന്ന് പാറുക്കുട്ടിയുടെ കൺമുന്നിൽ വെച്ച് കൊച്ചു നീലാണ്ടന് കൊടുത്തു. പെണ്ണുങ്ങളുടെ പ്രതിനിധിയാണല്ലോ പാറുക്കുട്ടി. പാറുക്കുട്ടി കൊതിയോടെ തുമ്പിക്കൈ നീട്ടിയപ്പോൾ, പൂടിക്കഴുതേ എന്ന് മൂപ്പർ വിളിക്കുകയും ചെയ്തു.
ഏതാണ്ട് പാറുക്കുട്ടിയുടെ പിരാക്കു പറ്റിയ മാതിരിയാണ് ആനവാരിക്ക് ആനയെ കാക്കാനുള്ള തൊഴിലവസരം കിട്ടിയത്. പാറുക്കുട്ടിയോട് ചെയ്ത സർവദ്രോഹത്തിനും ഒരു പകരം വീട്ടൽ. സ്ഥലത്തെ പ്രധാന എതിരനാണല്ലോ ചാത്തങ്കേരി മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിനെതിരില്ലാത്ത സംഗതികൾ ലോകത്തിൽ വളരെ ചുരുക്കമാണ്. അദ്ദേഹം പറയുന്നത് ആനവാരി ആനയെ കട്ടിട്ടേയില്ല, ശുദ്ധ പൊളി. ആനവാരി പറയുന്നത് തിരുമേനി പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ആനയെ കട്ടത്, അല്ലെങ്കിൽ പൊൻകുരിശിനോട് ചോദിക്ക്, ആ വകയിൽ തിരുമേനി 40 രൂപ ഞങ്ങൾക്ക് തരാനുണ്ട്. ആ വഴക്ക് ഇങ്ങനെ പോവുകയേ ഉള്ളൂ. വിനീതനായ ഈ ചരിത്രകാരന് കിട്ടിയിട്ടുള്ള അറിവ് ഇതാണ്. അത് പറയുന്നതിന് മുമ്പ് വേറൊരു സംഗതി. പോലീസുകാരനായിരുന്ന പളുങ്കൻ കൊച്ചുകുഞ്ഞ് എന്ന കപ്പ്യാരുടെ മണിയടി, പള്ളിയിലെ മണിയടി കേൾക്കുമ്പോൾ ആളുകൾ ഓർക്കും പൊൻകുരിശ്, പൊൻകുരിശ് തോമ. പള്ളിക്കെന്തിനാ പൊൻകുരിശ്? ആനവാരി രാമൻ നായർക്കും പൊൻകുരിശ് തോമയ്ക്കും കിട്ടിയത് വളരെ അപൂർവമായ ഒരു തൊഴിലവസരമാണ്, ആനയെ കക്കുക. അതങ്ങനെ നിർവഹിച്ചു. ആ ചരിത്രമാകുന്നു ഇനി പതുക്കെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാൻ അപേക്ഷ. അധ്യായം 4. ആനമോഷണം മഹത്തായ ഒരു കലയാകുന്നു. ഈ വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് സ്ഥലത്തെ പ്രധാന ബുദ്ധിജീവികൾ. എങ്ങനെയാണ് ആനയെ മോഷ്ടിക്കേണ്ടത്? സ്വർണം, പണം, പെണ്ണ് എന്നിത്യാദികളെ മോഷ്ടിക്കുന്നത് പോലെയല്ല. ചരിത്ര വിദ്യാർത്ഥികളുടെ അറിവിലേക്കായി ആനമോഷണം എന്ന കലാപ്രവർത്തന രീതി ഇവിടെ പതുക്കെ വിവരിക്കാം. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ മുതലായ ദാർശനികർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ആനമോഷണം വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കലാപരിപാടി അല്ല. ചങ്കൂറ്റം അത് സുലഭമായി തന്നെ ഉണ്ടായിരിക്കണം. ഡയലോഗ് തീരെ കുറഞ്ഞത് 3 എണ്ണമെങ്കിലും കയ്യിൽ കരുതുന്നത് നന്ന്. സംഭവം മൂകിൽ കൂടി മുഴക്കത്തോടെ നടയാനെ, സെറ്റിയാനെ, ടത്തിയാനെ. ഇത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് 2-3 ദിവസത്തെ റിഹേഴ്സൽ കൊണ്ട് ശരിപ്പെടുത്താനൊക്കും. ആനമോഷണം എന്ന കലാപരിപാടിക്ക് പറ്റിയ സമയം രാത്രിയാണെന്നുള്ളത് മറക്കരുത്. നടുക്കൂർ പാതിരാത്രിയാണ് ശുഭമുഹൂർത്തം. നിലാവ് വേണമെന്നൊന്നുമില്ല, ശുദ്ധമായ നാട്ടുവെളിച്ചം മതി. ആനയുടെ കാല് ഒരെണ്ണം വൃക്ഷത്തിൽ ചേർത്താണല്ലോ ചങ്ങല ചുറ്റി തളച്ചിരിക്കുന്നത്. ഒരു ചെറു കുളത്ത്, അതിലാണല്ലോ ചോരക്കണ്ണൻ, ഉണ്ടക്കറമ്പൻ, തൂശിക്കൊമ്പൻ, തടിമാടനെ ബന്ധിച്ചിരിക്കുന്നത്. കൊളുത്തൂരുക, കശ്മലൻ ഫ്രീ, അത്രയേ ഉള്ളൂ. ഒച്ച കേൾപ്പിക്കാതെ ചുറ്റിയ ചങ്ങല അഴിക്കുക. നടയാനെ, സെറ്റിയാനെ, ടത്തിയാനെ. പക്ഷേ കലാകാരൻ്റെ മണം. പുതുമണക്കാരനെ ക്ഷുഭിതൻ സഖാവാന തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്ത് നിലത്ത് കിടത്തി ആഞ്ഞു ചവിട്ടും. വയറ്റിലുള്ള സർവ്വ സീക്രട്സും പുളുക്കോസ്ന്ന് പുറത്തു വരും. കലാകാരൻ വീരസ്വർഗം പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വീരസ്വർഗം പ്രാപിക്കൽ യജ്ഞത്തിന് കലാകാരന്മാരുടെ ഒരു ചാവേർപ്പിട തന്നെ വേണ്ടിവരും. അതിനേക്കാളൊക്കെ നല്ലത് ഒരു വാഴക്കുലയാണ്. നേന്ത്രക്കുല തന്നെ ആയിക്കോട്ടെ, നല്ലവണ്ണം പഴുത്തത്. പിന്നെ മണം, അത് പഴതാക്കുകയും വേണം. ഇതൊക്കെ ചരിത്ര വിദ്യാർത്ഥികൾ ഓർക്കുന്നത് നന്ന്. പഴമക്കാരെ മറക്കുകയും അരുത്. ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമായും ആനമോഷണം എന്ന കലാപരിപാടി സംഘടിപ്പിച്ചു. വിജയശ്രീലാളിതരായതെങ്ങനെ? ചാത്തങ്കേരി മനക്കലിലെ 2 തിരുമേനിമാരും തമ്മിൽ അല്പം സുഖമില്ലാതിരിക്കുന്ന കാലം. അങ്ങനെയുള്ള കാലം തന്നെയാണ് എക്കാലവും. ഏട്ടൻ തിരുമേനിയെ നല്ല പാഠം പഠിപ്പിക്കാനായി അനുജൻ തിരുമേനി പല ഏടാകുടങ്ങളും പ്രവർത്തിച്ചു വരുന്നു. നെല്ല് കൊയ്യിപ്പിച്ച് വിൽക്കുക, തടി വെട്ടിച്ച് വിൽക്കുക. ഇതിൻ്റെ കൂടെ ഒരാനയെ വിറ്റുകളയാമെന്ന് അനുജൻ തിരുമേനി തീരുമാനിക്കുന്നു. ഒരാനയെ കട്ട് നദിയുടെ മറുകരയുള്ള കാട്ടിൽ കൊണ്ടുചെന്ന് തളയ്ക്കണം. ആനവാരി രാമൻ നായർ ആ തൊഴിലവസരം 50 രൂപ കോൺട്രാക്ടർ ഉപയോഗപ്പെടുത്താൻ ഉറയ്ക്കുകയും 10 രൂപ അഡ്വാൻസായി വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ മൂപ്പർ 4-5 ദിവസം രാത്രിയിൽ പഴവും ശർക്കരയും വാങ്ങി പാറുക്കുട്ടിക്ക് കൊടുക്കുന്നു. മണവും മനസ്സും ശരിപ്പെടുത്തുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കൊച്ചുനീലാണ്ടെന്നും കൊടുക്കും. അവനെ മുഷിപ്പിക്കരുതല്ലോ. അവനോട് സ്നേഹത്തോടെ മൂപ്പർ പറയും, കൊച്ചുനീലാണ്ട, അവളോടുള്ള സ്നേഹവും ഒന്നും കൊണ്ടല്ല. രഹസ്യം നിനക്കറിയാമല്ലോ, അവളെ നമ്മൾ കട്ടുകരട കത്താൻ പോവുകയാ. എന്നിട്ട് പാറുക്കുട്ടിയെ തടവും. ടത്തിയാനെ, സെറ്റിയാനെ എന്നെല്ലാം പറയുകയും ചെയ്യും. ഈ വിധത്തിൽ പാറുക്കുട്ടിയോടുണ്ടായിരുന്ന എല്ലാ വഴക്കും തീർന്ന മട്ടായി. കൃത്യം നടക്കുന്നതിൻ്റെ തലേ ദിവസം ആനവാരി ചോദിച്ചു, അടേ പൊൻകുരിശേ, കൊച്ചുനീലാണ്ടനെ കക്കാനാണ് നമ്മൾ കോൺട്രാക്റ്റ് ഏറ്റിരുന്നതെങ്കിൽ? പൊൻകുരിശ് ചോദിച്ചു, താൻ ഒത്തിരി ഏക്കുമായിരുന്നല്ലോ. അത്തരം തൊഴിലവസരം നമുക്ക് വേണ്ടേ വേണ്ട. ആനവാരി പറഞ്ഞു, കൊച്ചുനീലാണ്ടിനെ കക്കാൻ മാത്രം നമ്മൾ വളർന്നിട്ടുണ്ടോ?
പൊൻകുരിശ് പറഞ്ഞു. അതോർത്താൽ എനിക്ക് കുടല് വിറയ്ക്കും, വയറിളകും. പിന്നെ എനിക്കോ? അങ്ങനെ ആശ്വാസത്തോടെ അവർ പാറുക്കുട്ടിയെ കക്കാൻ തീരുമാനിച്ചു. നല്ല ഇരുട്ടും കുറേശ്ശെ മഴയുമുള്ള ഒരു രാത്രി. നാട്ടുവെളിച്ചം തീരെയില്ല. പഴക്കുലയുമായി പൊൻകുരിശ് തോമ മുമ്പ് നിന്നു. ആനവാരി ആനയുടെ കൊളുത്ത് ചങ്ങല അഴിച്ചു. പൊൻകുരിശ് തോമ വേഗം നടന്നു. ഈണക്കത്തോടെ ആനവാരി പതുക്കെ പറഞ്ഞു, നടയാനെ. ആന കുറേ വേഗത്തിൽ തന്നെ അങ്ങ് നടന്നു. വരുത്തിക്കുള്ള നടപ്പല്ല, ആരെയും കൂസാത്ത നടപ്പ്. പൊൻകുരിശ് തോമ ഓടി നദിയിലിറങ്ങി. ആനയും പിന്നാലെ. നദിയുടെ ഭാഗത്ത് ഇരുട്ട് കുറവാണ്. അപ്പോൾ ആനവാരി ശരിക്കു കണ്ടു. ഞെട്ടി. കൊച്ചുനീലാണ്ടനാണ്. സൂചിക്കൊമ്പൻ, ചോരക്കണ്ണൻ, ക്ഷുഭിതൻ. അനേകം പേരെ കൊന്ന ഭയങ്കരങ്ങളായ ആ കൊമ്പുകൾ രണ്ടും നല്ല വെള്ളയായി തന്നെ കാണാം. ആനവാരിയുടെ വായിലെ വെള്ളം വറ്റിപ്പോയി. തൊണ്ടയും ചുണ്ടുകളും ഉണങ്ങി. ആനവാരി ജീവഭയത്തോടെ പതുക്കെ പറഞ്ഞു, പൊൻകുരിശേ, തിരിഞ്ഞു നോക്കരുത്. നിനക്ക് ധൈര്യമുണ്ടോ? ആള് തെറ്റിപ്പോയി. അവനാ. പൊൻകുരിശ് തോമാക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. മഹാഗജപോക്രി കൊച്ചുനീലാണ്ടനാണ്. ഒരു നിമിഷ നേരത്തേക്ക് ബോധക്കേട് വന്നതുപോലെ തോന്നി. ഇല്ല, പൊൻകുരിശ് തോമ വിചാരിച്ചു, ആനവാരി മരിക്കാൻ പോവുകയാണെങ്കിൽ ഞാനും മരിക്കാൻ പോവുകയാണ്. ചോരക്കണ്ണൻ ഗജപോക്രി കൊല്ലും. പൊൻകുരിശ് തോമ ഉൾക്കിരുത്തത്തോടെ പതുക്കെ പറഞ്ഞു, എന്തു ചെയ്യണം? പഴക്കൊല അവനെ കൊടുത്തിട്ട് ഒറ്റ മുങ്ങ്. വലതുവശത്തേക്ക് പോകണം. പിറകെ ഞാനുമുണ്ട്. അങ്ങനെ രണ്ടുപേരും മുങ്ങാങ്കുഴിയിട്ട് ശ്വാസം കിട്ടാതെ മരിക്കാറായി നീന്തി നീന്തി രക്ഷപ്പെട്ടു. കരപറ്റി. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടുകിടാ വിറച്ചുകൊണ്ട് നോക്കി. കൊച്ചുനീലാണ്ടൻ നദിയിൽ നിന്നും വെള്ളം കോരി കുഴിച്ച് കുളിച്ച് രസിക്കുകയാണ്. പഴമെല്ലാം തിന്നുകഴിഞ്ഞ ക്ഷുഭിതൻ. സഖാക്കൾ ജീവനില്ലാത്തതുമാതിരി താമസ സ്ഥലത്ത് പോയി കിടന്ന് ഭയങ്കര സ്വപ്നങ്ങൾ കണ്ടുറങ്ങി. കൊച്ചുനീലാണ്ടൻ പിറ്റേ ദിവസം കാലത്ത് ചാത്തങ്കേരി മനയ്ക്കിൽ കയറി ചെന്നതും എതിരൻ ശങ്കൻ നമ്പൂതിരിപ്പാടിനെ കുത്താനിട്ട് ഓടിച്ചെന്നും പറയുന്നതിൽ എത്ര കണ്ട് സത്യമുണ്ടെന്ന് ഈ വിനീത ചരിത്രകാരന്മാർക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവൻ മനയ്ക്കിൽ ചെന്നു. ആനക്കാർ അവനെ ബുദ്ധിമുട്ടി തളയ്ക്കുകയും ചെയ്തു. സന്തോഷം. ആനവാരിക്കും പൊൻകുരിശിനും 5-8 ദിവസം കലശലായ വയറ്റിളക്കമുണ്ടായി. അതെല്ലാം ഭേദമായി സുഖത്തിലും സമാധാനത്തിലും ജീവിതം തുറന്നപ്പോൾ ആനവാരി ഓർത്തു പറഞ്ഞു, അടേ പൊൻകുരിശേ, എന്നടേ ആനവാരി, നമ്മൾ മോഷ്ടിച്ചത് വൃത്തികെട്ട ആ പാറുക്കുട്ടിയായിരുന്നെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആനയായാലും എന്തായാലും പെണ്ണല്ലേ, വലിയ കുറച്ചിലായിരുന്നേനെ. മംഗളം. ശുഭം.